നമസ്കാരം. CPM-ന് പല ജില്ലകളിലും പ്രതിസന്ധികളുണ്ട്, വിഭാഗീയതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തമ്മിൽ തല്ലുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ CPM-ലെ തമ്മിൽ തല്ല്, വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ AKG സെന്ററിൽ ഇരുത്തിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി V ജോയിയും ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയും തമ്മിൽ കോർത്തത്. V ജോയിയെ കണക്കിന് പറഞ്ഞു ഹരി എന്നാണ് കേട്ടത്. കണക്കിന് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് പല മേഖലകളിലും ഹരി പ്രത്യേകിച്ച് പ്രവർത്തനമൊന്നും നടത്തിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചില്ല. വളരെയധികം പോരായ്മയാണ് ഉണ്ടായത്. എങ്ങനെങ്കിലും V ജോയ് പക്ഷത്തെ ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. അതിനിടയിൽ കടകംപള്ളിയുണ്ട്, ആനാവൂർ നാഗപ്പനുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തെ പ്രമുഖരായ നേതാക്കളൊക്കെ ചേരിതിരിഞ്ഞ് അടിവെക്കുന്ന കാഴ്ചയാണ് AKG സെന്ററിൽ നിന്ന് സഖാക്കൾ തന്നെ പറഞ്ഞു തന്നത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ കാര്യത്തിൽ, CPM-ന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ആര്യ രാജേന്ദ്രനെ രംഗത്തിറക്കിയതേ ഇല്ലല്ലോ. ആര്യ രാജേന്ദ്രൻ ആരുടെ നോമിനി ആയിരുന്നു? ആനാവൂരിന്റെ നോമിനി ആയിരുന്നു? അതോ V ജോയിയുടെ നോമിനി ആയിരുന്നു? അല്ല, ഇനി കടകംപള്ളിയുടെ നോമിനി ആയിരുന്നു? അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒന്നും കണ്ടില്ല. ഇനി അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മളുടെ ശ്രീലേഖ IPS പറഞ്ഞതുപോലെ, ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള വോട്ട് കൂടി പോവും. അതുകൊണ്ടാണോ ഇറക്കാത്തത് എന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത വിഭാഗീയതയും തമ്മിൽ തല്ലും പബ്ലിക്കായി ചേരിതിരിഞ്ഞ് ആക്രമണവുമാണ് CPM-ൽ നടക്കുന്നത്. ഒരു കാലത്ത് ആനാവൂരിനെ ഒതുക്കാൻ കടകംപള്ളി വരുന്നു, കടകംപള്ളി ഒതുക്കാൻ V ജോയി വരുന്നു. അങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട സഖാക്കൾക്ക് മനസ്സിലായത്. എന്തൊക്കെയായാലും CPM ഒരു ജീർണതയുടെ, ഒരു അധപ്പതനത്തിന്റെ പുതിയ പാതയിലാണ്. അതായത് എത്രയും പെട്ടെന്ന് അധപ്പതിച്ചു പോകും എന്നർത്ഥം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വിഭാഗീയത എല്ലാ ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലകളിലേക്കും അത് പടരുകയാണ്. എന്റെ ജില്ലയായ കോട്ടയം ജില്ലയിൽ വരെയുണ്ട്. നേതാക്കളുടെ പേര് നമുക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഉറക്കെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് പറയാൻ ഭയമായിട്ടല്ല. എല്ലാ ജില്ലകളിലും നേതാക്കൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് CPM-ലും തമ്മിൽ തല്ലും ഗ്രൂപ്പ് പോലും ചേരിതിരിഞ്ഞ് അടിയും തൊഴുത്തിൽ കുത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ CPM ഏതവസ്ഥയിലെത്തും? ചിലപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമായിരിക്കും. കാരണം കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടും BJP കുറച്ചധികം സീറ്റുകൾ നേടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ജയിക്കുമായിരിക്കും. പക്ഷേ ആ ഒരു ജയത്തോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തോടുകൂടി CPM എന്ന പാർട്ടി തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തും. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. V ജോയി സെക്രട്ടറി ആയത് മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരുവനന്തപുരം CPM-ലുണ്ട്. ഈ സെക്രട്ടറിമാർ പല രീതിയിലുള്ള സ്വജന പക്ഷപാതം നടത്തുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ പലരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നു, പലതും നേടിയെടുക്കുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ ഇപ്പുറത്തിരിക്കുന്നവർ വേല വെക്കുകയാണ്. കരമന ഹരി എന്റെ അറിവിൽ നല്ലൊരു നേതാവായിട്ടാണ് അയാളെ ഞാൻ കണ്ടിരിക്കുന്നത്. V ജോയി മോശക്കാരനൊന്നുമല്ല. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനാത്മകമായിട്ടുള്ള ചില ഏറ്റുമുട്ടലുകളാണ്, പരസ്പരം തെറ്റിതിരുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ വിശദീകരണം തരുമായിരിക്കും. എന്തായാലും ഇത് കേട്ടിട്ട് MV ഗോവിന്ദൻ മാഷ് ഒരക്ഷരം മിണ്ടിയില്ല, ഉരിയാടിയില്ല. സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ചിരിയോടുകൂടി ഇതെല്ലാം കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പം അടിയുടെ പുതിയ ഘട്ടം, തമ്മിൽ തല്ലിന്റെ പുതിയ ഘട്ടം ഇനി എന്നു മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സഖാക്കൾ പരസ്പരം ചോദിക്കുന്നത്.